ആരാണ് ശബ്ദം ഉണ്ടാക്കിയത്? ചോറടക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? കൂടുതലൊക്കെ ഉച്ചയ്ക്ക് ബൂസ്റ്റോ ഹോർലിക്സോ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് വന്നു ആദർശിന്റെ റൂമിലേക്ക് ജിപേ ആയിട്ട് അയച്ചു തരുന്നത്. പിന്നെ ആ കൊച്ചുണ്ടായിരുന്നല്ലോ 200 രൂപ ബിരിയാണി ഇട്ടുകൊണ്ട് പോയി ഇവിടെ ബിരിയാണി കഴിച്ചായിരുന്നു. പറഞ്ഞു എന്നാ സാറ് മാത്രമേ ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചാൽ പറ. ആ പോട്ടെ നല്ല കൊച്ചു പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചിക്കൻ മരി തുലാഭിഷേകം അങ്ങനെ നില 3 മില്യൺ കർഷകർ മില്യൺ അടുത്തായിട്ട് ആകല്ലേ എന്നെ പറ്റിക്കുന്നവരാരും പാസ്സാവാൻ ഒന്നല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ സൈഡിലേക്കോ അല്ലെങ്കിൽ പിന്നെ നമ്മള് ഒരു ദിനചര്യയിൽ കേട്ടുവരുന്ന എന്തെങ്കിലും തന്നെ ശബ്ദങ്ങളിലേക്കോ ഏതാണ് ശബ്ദങ്ങൾ ഓർ ആക്ടേഴ്സ്? നീ കഴിഞ്ഞ പ്രോബ്ലത്തില് ബാലൻസ് ഷീറ്റ് ടാലി ആക്കിയില്ല, ഞാൻ കണ്ടു. കണ്ടില്ല വിചാരിക്കണ്ട. ആ അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എന്താണ് സൗണ്ട്സ് ഓഫ് കോമൺ തിങ്സ് വേണോ അതോ ആക്ടേഴ്സ് വേണോ? ആക്ടേഴ്സ് ഏതാ വേണ്ട? ഈ സൈഡോടെ ഈ സൈഡ് വേണോ? വലത് കൈ നോക്ക്. അങ്ങനെയാണെങ്കിൽ ആക്ടേഴ്സ് എടുക്കാം. കൈ നോക്കിക്കോ. അപ്പൊ ആക്ടേഴ്സിലേക്ക് പോവാം. ഓക്കെ, ഇനി ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, പക്ഷേ സഹിക്കാം. തമിഴ്നാട്ടില് ഇപ്പൊ ആദ്യം വിജയനെ കാണിച്ചു. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് മുമ്പ് വന്ന തലമുറയിലത്തെ സൂപ്പർ സ്റ്റാറിനെ വിടാണ്ടിരിക്കാൻ പറ്റും. അപ്പൊ കബാലി എന്ന് പറഞ്ഞ സിനിമയില് രജനീകാന്തിന് കഴിഞ്ഞു தமிழ் படங்கள்லாம் மலக கொடுத்துட்டு வீசை கொடுத்துட்டு கபாலி நம்பியாரு அப்படி சொன்னாருன்னு கோடிச்சு சொல்லுது ஏஜமா அப்படி வந்திருந்தாரு அப்படி வந்து பாரு அந்த மாதிரி கபாலி நினைச்சேடா கபாலிடா அது போய் சார் സ്ഥിര സമയം അതുകൊണ്ട് ചെയ്തോളൂ. ഓക്കെ, ഇനി കുറച്ച് നേരം ആക്ടേഴ്സിനെ വിട്ടിട്ട് നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ലൈഫിൽ കേൾക്കുന്ന ടൈപ്പ് സൗണ്ട്സിലേക്ക് മാറാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഈ രാത്രി നേരത്തൊക്കെ ആയിരിക്കും ആ സമയത്ത്